الرحيم الحمد لله رب العالمين وبه تعالى نستعين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد. ഖുർആനുമായി ബന്ധപ്പെട്ട സംസാരം തുടരുകയാണ്. വമിൻ ആദാബി തിലാവത്തിൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട അദബുകളെയാണ് എണ്ണിപ്പറയുന്നത്. ആദ്യമായിട്ട് ഒന്ന്, വമിൻ ആദാബി തിലാവത്തിൽ ഖുർആനി അൻ യഖ്റഅ അൽ ഖുർആന അലാ ത്വഹാറത്തിൻ, ശുദ്ധിയോടുകൂടെ ഖുർആൻ പാരായണം ചെയ്യണം. ശുദ്ധിയോടുകൂടെ ഖുർആൻ പാരായണം ചെയ്യുന്നവന് 10 പ്രതിഫലം ഉണ്ടെന്ന് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉദ്ധരണി നമുക്ക് കാണാൻ സാധിക്കും. ഇആനത്തു താലിബീനിൽ നിസ്കാരത്തിൽ ഇരുന്നോതുന്നവൻ്റെ വുദൂയോടുകൂടെ വുദൂ ഇല്ലാതെ ഓതുന്നവൻ്റെ പ്രതിഫലങ്ങളെ വ്യക്തമാക്കി പറഞ്ഞ സംഭവം നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു കാര്യം, മുസ്തഖ്ബിലൽ ഖിബിലയിലേക്ക് മുന്നിടണം. അപ്പോൾ ഖിബിലയിലേക്ക് മുന്നിട്ടുകൊണ്ടുള്ള പാരായണം അതിശ്രേഷ്ഠമാണ്. ഫി മക്കാനിൻ ത്വയ്യിബിൻ നളീഫിൻ, ഖുർആൻ പാരായണം ചെയ്യുന്ന സ്ഥലം ശുദ്ധിയുള്ളതാവണം. ഭംഗിയുള്ള, ശുദ്ധിയുള്ള, വൃത്തിയുള്ള സ്ഥലങ്ങളിൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്യണം. അതുകൊണ്ടാണ് ശൗചാലയങ്ങളിൽ നിന്ന്, വഴിയോരങ്ങളിൽ നിന്ന്, ബാത്റൂമുകളിൽ, കക്കൂസല്ല കുളിപ്പുരകളിൽ നിന്ന് പോലും ഖുർആൻ പാരായണം ചെയ്യരുത് എന്ന് അയിമ്മത്തിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്. വയതവസ്സക ഖബല ഖിറാഅതിഹി, സിവാക്ക് ചെയ്യണം. ഖുർആൻ പാരായണം ചെയ്യുന്നതിന് മുമ്പ് മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുണ്ട്. വയസ്തഈദ ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അള്ളാഹുവിനോട് ലാനത്താക്കപ്പെട്ട ഷെയ്ത്താനിൽ നിന്നും കാവലിനെ തേടണം. അതായത് ഔദ് ഓതണം, ബിസ്മി ഓതണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതിനു പുറമെ വയുറത്തിലൽ ഖുർആൻ നല്ല തെർത്തിയിലായിട്ട് സാവകാശം സൗന്ദര്യത്തോടുകൂടെ പാരായണ നിയമങ്ങൾ മനസ്സിലാക്കിയിട്ട് നാം ഖുർആൻ പാരായണം ചെയ്യണം. ഫയഖ്റഉഹു മുതറസ്സിലൻ മുതമഹിലൻ, വേഗതയോടുകൂടെ ഒരുപാട് പേജ് ഓതുന്നതും അതേ സമയമെടുത്ത് കുറഞ്ഞ പേജുകൾ ഓതുന്നതിലും കുറഞ്ഞ പേജ് ഓതുന്നതാണ് പുണ്യകരമെന്ന് ഖുറാഉകൾ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ലിയകൂന അഅ്വന അലത്തദബ്ബുരി വൽ ഫഹ്മ്, ഖുർആൻ പാരായണത്തിലൂടെ അവന് അള്ളാഹുവിൻ്റെ ആയാത്തുകളെ ചിന്തിക്കാനും അത് മനസ്സിലാക്കാനും അതനുസരിച്ച് റബ്ബിലേക്ക് അടുക്കാനും ഖുർആനിൻ്റെ മാനകളിലേക്ക് അവന് ചിന്തിക്കാനും ഇത് വളരെയധികം സഹായകമാണെന്ന് നമുക്ക് കാണാം. വയുറാഇ അഹ്കാമ തജ്വീദ് വൽ വഖഫ് വൽ ഇബ്തിദാ, വഖഫ് ഇബ്തിദാഇൻ്റെ നിയമങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എവിടെ നിർത്തണം, എവിടെ തുടങ്ങണം എന്നത് പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. അർത്ഥം മാറിപ്പോകുന്ന വഖഫ് വരെയുണ്ട്. വല്ലാഹു ലാ യഹ്ദി എന്ന് പറയാം. ഒരു ഉദാഹരണം, അല്ലാഹു ലാ യഹ്ദി എന്നിടത്ത് ഒരാൾ വഖഫ് ചെയ്താൽ സുബ്ഹാനല്ലാഹ്, അവിടെ അർത്ഥം മാറിപ്പോയി. അപ്പോൾ വഖഫ്, ഇബ്തിദാ, തജ്വീദിൻ്റെ നിയമങ്ങൾ എല്ലാം പാരായണത്തിൽ പ്രധാനമാണ്. ഒരിക്കൽ തൊബറാനി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരിക്കൽ സ്വഹാബിയിൽപ്പെട്ട ഒരാൾ ഫുഖറാ എന്നുള്ള സ്ഥലത്ത് മദ്ദില്ലാതെ ഓതിയപ്പോൾ അവിടെ മദ്ദോടുകൂടെ മടക്കി ഓതി കൊടുത്ത സംഭവം നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മഅ തഹ്സീനി സൗത്തി ബിൽ ഖുർആൻ സയ്യിനുൽ ഖുർആന ബി അസ്വാതിക്കും എന്ന് നമുക്ക് കാണാം. വയതവസ്സ ബൈനൽ ജഹ്രി വൽ ഇസ്റാരി ഫി തിലാവ, അമിത ശബ്ദം ഇട്ടുകൊണ്ട് ആളുകളെ ബുദ്ധിമുട്ടാക്കരുത്. എന്നാൽ മൗനിയായിട്ട് കൽബ് കൊണ്ട് ഖുർആൻ ഓതരുത്. മറിച്ച് ശബ്ദമുയർത്തിയിട്ടുള്ള ഖുർആൻ പാരായണം, ശബ്ദത്തോടു കൂടെയുള്ള ഖുർആൻ പാരായണത്തിന് കൽബിൽ മനസ്സിലോതുന്നതിനേക്കാൾ കൂലിയുണ്ടെന്ന് അയിമത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബവി ഇമാം അവിടുത്തെ അദിക്കാറിലൊക്കെ പറയുന്നുണ്ടല്ലോ, കൽബ് കൊണ്ടുള്ള ദിക്റിനും അതേപോലെ നാവ് കൊണ്ടുള്ള ദിക്റിലും. കൽബ് കൊണ്ടുള്ള ദിക്റ് മാത്രമാണെങ്കിൽ അതിനേക്കാൾ നല്ലത് നാവ് കൊണ്ടുള്ള ദിക്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വയസ്തഹ്ലിറ മആനിൽ ആയാത്ത്, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങൾ നാം ചിന്തിക്കണം. വയഖ്ഷ ഇൻദഹ, അത് പാരായണം ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഖുശൂ വേണം. വയലീന ജിൽദുഹു ലി സമാഇഹി, ഖുർആൻ പാരായണം ചെയ്യുമ്പം നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നുള്ള ആ ഒരു കാഠിന്യം ഇല്ലാതാവണം. ഖുർആനിനോട് നമ്മൾ വളരെ ലോലമായിട്ട് സമീപിക്കുകയും അത് കേൾക്കുകയും വേണം. ഇങ്ങനെ വതദ്മഅഇനുഹു മിൻ അസ്രിഹ, ഖുർആനിൻ്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അദബുകൾ, ഫിത്നകൾ, ഭയാനകമായ സംഭവങ്ങൾ, അഹ്വാലു യൗമിൽ ഖിയാമത്ത് നാളിൻ്റെ അപകടങ്ങളെയൊക്കെ പറയുമ്പോൾ കണ്ണ് നിറയണം.
അള്ളാഹുവിനോട് മഗ്ഫിറത്തിൻ്റെ ആയത്തുകൾ വരുമ്പോൾ മഗ്ഫിറത്ത് തേടണം. വഇദാ മർറ ബിആയത്തിൻ ഫീഹാ തസ്ബീഹുൻ സബ്ബിഹ്, ഒരു ആയത്തിൽ തസ്ബീഹിൻ്റെ ആയത്ത് കഴിഞ്ഞാൽ അവിടെ തസ്ബീഹ് ചൊല്ലണം. വഇദാ മർറ ബിആയത്തി റഹ്മത്തിൻ വഖഫ ഇൻദഹാ വസഅല അല്ലാഹ മിൻ ഫദ്ലിഹി അൽ മഗ്ഫിറത വർ-റഹ്മ, റഹ്മത്തിൻ്റെ ആയത്ത് വരുമ്പോൾ അവനോട് റഹ്മത്തിനെ ചോദിക്കണം. വഇദാ മർറ ബിതഅവ്വുദിൻ ഔ ആയത്തിൻ അദാബിൻ തഅവ്വദ, അദാബിൻ്റെ ആയത്തുകൾ കടന്നു കഴിയുമ്പോൾ അവിടെ അള്ളാഹുവിനോട് അദാബിൽ നിന്നും കാവലിനെ തേടണം. വയസ്അലുല്ലാഹ തആല അൽ ജന്നത ഫിൽ ആയാത്തിൻ നഈം, സ്വർഗത്തിൻ്റെ ആയത്തുകൾ ഇങ്ങനെ വർണ്ണിക്കുമ്പോൾ അവിടെ നമ്മൾ സ്വർഗത്തെ ചോദിക്കണം. വയസ്തഈദു ബിഹി മിനന്നാർ, നരകത്തിൽ നിന്നും അള്ളാഹുവിനോട് കാവലിനെ തേടണം. ഫി ആയാത്തിൽ അദാബി വൽ ജഹീം, നരകത്തിൻ്റെ ആയത്തുകളിലൂടെ ഖുർആൻ സഞ്ചരിക്കുമ്പോൾ. വയഖറഉ മിനൽ മുസ്ഹഫി താറത്തൻ വമിൻ ഹിഫ്ളിഹി താറത്തൻ ജംഅൻ ബൈനൽ ഫളീലതൈൻ, ഹൃദയത്തിൽ നിന്നും ഹിഫ്ള് ചെയ്തത് അത് ഓർക്കുക, അത് മനസ്സിൽ നിലനിർത്തുക എന്ന അർത്ഥത്തിലൂടെ ഹിഫ്ളിലുള്ള ആയത്തുകൾ ഖുർആൻ നാം ഇടയ്ക്കിടയ്ക്ക് ഹിഫ്ളിലൂടെ തന്നെ പാരായണം ചെയ്യണം. അതിനു പുറമെ ഖുർആനിൽ നോക്കി ഓതുക എന്നതിനാണ് ഏറ്റവും പുണ്യകരമായത്. ഖുർആൻ കാണാതെ ഓതുന്നതിനേക്കാൾ നല്ലത് ഖുർആൻ നോക്കി ഓതലാണ്. ഖുർആനിൻ്റെ അർത്ഥം അറിഞ്ഞു ഓതലാണ് കേവലം നോക്കി ഓതുന്നതിനേക്കാൾ പുണ്യകരം. അതുകൊണ്ട് തന്നെ നോക്കി ഓതുന്നതിൻ്റെ ഫളീലത്ത് ലഭിക്കാൻ വേണ്ടിയിട്ട് മറ്റ് സന്ദർഭങ്ങളിൽ അങ്ങനെയും അവൻ ചെയ്യണം. ഇതാണ് ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം, തദബ്ബുറുൽ ഖുർആനി ഹുവ, ഖുർആനിൽ ചിന്തിക്കണം. അഫലാ യതദക്കറൂൻ അഫലാ തതഫക്കറൂൻ അഫലാ തൻദുറൂൻ എന്നൊക്കെ ഖുർആൻ പലപ്പോഴായിട്ട് ചോദ്യം ചോദിക്കുന്നുണ്ട്. 100ലേറെ സമയങ്ങളിലായി സന്ദർഭങ്ങളിലായി ഖുർആനാണ് ചിന്തിക്കാൻ നമ്മോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്താണ് ചിന്ത കൊണ്ടുള്ള ഉദ്ദേശ്യം? മഅരിഫത്തു മആനി അൽഫാളിഹി വതഅമ്മുലു മആനി ആയാതിഹി വൽ മുറാദി മിൻഹാ വതഫക്കുറു ഫീമാ തദുല്ലു അലൈഹി വൽഇൻതിഫാഉൽ ഖൽബി ബിമവാഇലിഹി വഅഖ്ബാരിഹി വൽഖുദൂഉ ലിഅവാമിരിഹി വസവാജിരിഹി. ഖുർആനിൻ്റെ കൽപ്പനകൾ അത് മനസ്സാ വാച കർമ്മണ നമ്മുടെ ജീവിതത്തിൽ കാണണം. അതിന് ഖുർആനിൻ്റെ കൽപ്പനകൾ ഏതൊക്കെയാണ്, അതിൻ്റെ മൗഇളത്തുകൾ, അതിൻ്റെ അഖ്ബാറുകൾ, അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നാം ചിന്തിച്ചു മനസ്സിലാക്കുക. തദബ്ബുറിൻ്റെ വിശേഷണമായിട്ട് അയിമ്മത്ത് പറയുന്നത് അയ്യശ്ഗലൽ ഖാരിഉ ഖൽബഹു ബിത്തഫക്കുരി ഫീ മഅനാ മാ യൽഫളു ബിഹി, നാം പാരായണം ചെയ്യുന്ന പദത്തിൻ്റെ അതല്ലെങ്കിൽ കലിമത്തിൻ്റെ ആ വാചകത്തിൻ്റെ മാനയിലൂടെ നമ്മുടെ കൽബിനെ നാം നടത്തണം. ഫയാരിഫു മാനാ കുല്ലി ആയത്തിൻ, അത് പ്രകാരം എല്ലാ ആയത്തിൻ്റെയും ബിൽജുംല മൊത്തത്തിലുള്ള ഒരു ആശയമെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വയതഅമ്മലൽ അവാമിറ വനവാഹി, അവൻ്റെ കൽപ്പനകളെയും വിരോധനങ്ങളെയും നമ്മൾ വല്ലാതെ ആലോചിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. വയഅതഖിദ ഖബൂല ദാലിക, അതിനെല്ലാം നാം 100% പിൻപറ്റണം. ഫഇൻകാന മിമ്മാ ഖസ്സറ ഫീഹി ഫീമാ മളാ ഇസ്തഗ്ഫറ വതാബ, അവൻ്റെ കൽപ്പനകളിൽ വല്ല കൽപ്പനയിലും നമുക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബിനോട് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങണം. വഇദാ മർറ ബിആയത്തി റഹ്മത്തിൻ ഇസ്തബ്ശറ വസഅല, റഹ്മത്തിൻ്റെ ആയത്തുകൾ വരുമ്പോൾ സന്തോഷിക്കുകയും അദാബിൻ്റെ ആയത്തുകൾ വരുമ്പോൾ നമ്മുടെ ഖൽബ് അള്ളാഹുവിലേക്ക് അടുക്കുകയും വേണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ കാന റജുലു മിന്നാ ഇദാ തഅല്ലമ 10 ആയാത്തിൻ ലം യുജാവിസുഹുന്ന ഹത്താ യഅരിഫ മആനിയഹുന്ന വൽ അമല ബിഹിന്ന. ഇന്നൊക്കെ നമ്മളൊക്കെ ഖുർആൻ പാരായണം ചെയ്യുകയും അതിൻ്റെ തഫ്സീറുകളൊക്കെ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ പറയുകയാണ്, ഞങ്ങളിൽ നിന്നുള്ള ആരെങ്കിലും ഒരു 10 ആയത്ത് പഠിച്ചാൽ അതിലുള്ള അർത്ഥങ്ങൾ ഞങ്ങൾ പഠിക്കാതെ അതുകൊണ്ട് അമൽ ചെയ്യാതെ ഞങ്ങൾ പിന്നെ അപ്പുറത്തെ 11ാമത്തെ ആയത്തിലേക്ക് ഞങ്ങൾ കടക്കാറില്ല. സഈദ് ബിൻ ജുബൈർ തങ്ങൾ പറയുന്നുണ്ട്, മൻ ഖറഅൽ ഖുർആന സുമ്മ ലം യുഫസ്സിർഹു കാന കൽ അഅജമിയ്യി ഔ കൽ അഅറാബിയ്യി, ഖുർആൻ പഠിച്ചു പക്ഷേ അവൻ അതിൻ്റെ മാനകളെക്കുറിച്ച് പഠിക്കുന്നില്ല, അതിൻ്റെ ആശയങ്ങൾ അർത്ഥതലങ്ങളിലേക്ക് അവൻ പോകുന്നില്ല. അവൻ അറബിയല്ല, മറിച്ച് അജമിയാണ് അല്ലെങ്കിൽ അറാബിയായ ഒരു മനുഷ്യനെ പോലെയാണെന്ന് തഫ്സീർ ത്വബരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ അതിൻ്റെ നുസൂൽ കൊണ്ടുള്ള പ്രധാനമായ ലക്ഷ്യം തദബ്ബുറുൽ ഖുർആനി ഹുവൽ മഖ്സൂദുൽ അഅലമു മിൻ ഇൻസാലിഹി വൽ മത്ലൂബുൽ അഹമു മിൻ തിലാവത്തിഹി ലാ മുജറദു തിലാവത്തിഹി ബിലാ ഫഹ്മിൻ വലാ തദബ്ബുരിൻ. കേവലം ഇതിങ്ങനെ പാരായണം ചെയ്ത് മറിച്ചിട്ട് തീർക്കുക എന്നതല്ല, മറിച്ച് തദബ്ബുറുൽ ഖുർആനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സ്വാദിൻ്റെ 29ാമത്തെ വചനത്തിൽ പറഞ്ഞത്, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്കുൻ ലിയതദബ്ബറൂ ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്.
അവൻ്റെ ആയാത്തുകളിൽ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ബുദ്ധിയുള്ളവർ തദക്കുർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഖുർആൻ നാം ഇറക്കിയത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. മറ്റൊരു സ്ഥലത്ത് അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ഖുർആനിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങളുടെ ഹൃദയങ്ങളൊക്കെ ലോക്കിട്ട് പൂട്ടി വെച്ചതാണോ എന്നാണ് റബ്ബ് ചോദിക്കുന്നത്. സൂറത്തുൽ മുഹമ്മദിൻ്റെ 24-ാമത്തെ വചനം. ഇന്നാ ജഅൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ. വാങ്ങി വെച്ച് ഷോക്കേസിൽ വെച്ച് പൂട്ടി വെക്കാൻ, അതല്ലെങ്കിൽ കോളേജിൽ കിതാബുകളുടെ ഇടയിൽ ഇങ്ങനെ അട്ടിയായി ഷെൽഫിൽ വെക്കാൻ, മക്തബയിൽ ഇങ്ങനെ വെക്കാനുള്ളതല്ല, മറിച്ച് ലഅല്ലക്കും തഅഖിലൂൻ. സൂറത്തു സുഖ്റൂഫിൻ്റെ 3-ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ തദബ്ബുർ ചെയ്യുന്നതിനെക്കുറിച്ച് പറയുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, അതിനെക്കുറിച്ച് പഠിക്കണം, മനസ്സിലാക്കണം, ഗ്രഹിക്കണം. അല്ലാഹു വഫിഖനാ, അല്ലാഹു മുവഫിഖനാ, അല്ലാഹു മുവഫിഖനാ, ആമീൻ. വിശുദ്ധ ഖുർആനിൻ്റെ ഈ തദബ്ബുർ നാം ഇത് നടത്തിയിട്ടില്ലെങ്കിൽ, പണ്ഡിതന്മാരാകുന്ന ഖുർആനുമായി ബന്ധപ്പെടേണ്ട നാം ഇത് നടത്തിയിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് നടത്തുക? മുസ്ലിമീങ്ങളാകുന്ന, മുസ്ലിം നാമധാരികളാകുന്ന, ഇസ്ലാമാണ് എന്ന് നാം പറയുന്ന നാം ഈ തദബ്ബുർ നടത്തിയിട്ടില്ലെങ്കിൽ അതാരാണ് പിന്നീട് ചെയ്യുക? അതുകൊണ്ട് തന്നെ തദബ്ബുർ ഉപേക്ഷിക്കുക എന്നത് അത് ഖുർആനിനെ ഉപേക്ഷിക്കുക, ഖുർആനിനെ നെവർ മൈൻഡ് ചെയ്യുക എന്നതിൽപ്പെട്ടതാ. നൗഉ മിൻ അൻവാഇ ഹജ്രിൽ ഖുർആനി തർക്കു തദബ്ബുരിൽ ഖുർആനി വതഫഹുമിഹി വമഅരിഫതു മുറാദില്ലാഹി തആല വഹുവ ദാഖിലുൻ ഫീ ഖൗലിഹി തആല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഖുർആനിൽ നമ്മളോട് പറയുന്നുണ്ട്. വഖാലർ റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫുർഖാനിൻ്റെ 30-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. തദബ്ബുറുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് മിനൻ നസീഹത്തി ലികിതാബില്ലാഹി തആല, അത് അള്ളാഹുവിൻ്റെ ഖുർആനിനോടുള്ള അദബാണ്. അതുകൊണ്ടാണല്ലോ നമുക്ക് ഹദീസിൽ ഗ്രഹിക്കാം, ഹദ്ദീനു അൻ നസീഹ ഖാലു ലിമൻ ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലില്ലാഹി വലികിതാബിഹി വലിറസൂലിഹി വലിഅഇമ്മത്തിൽ മുസ്ലിമീന വആമ്മത്തിഹിം വമിനൻ നസീഹത്തി ലികിതാബില്ലാഹി തആല ശിദ്ദത്തു ഹുബ്ബിഹി. വിശുദ്ധ ഖുർആനിനോടുള്ള മുഅ്മിനിൻ്റെ മഹബ്ബത്ത് എങ്ങനെയാവണം? ശക്തമായി ഖുർആനിനെ പ്രേമിക്കണം, ഇഷ്ടം വെക്കണം. വതഅലീമു ഖദ്രിഹി, അതിൻ്റെ അളവനുസരിച്ച് നാം അതിനെ ബഹുമാനിക്കണം. ഫഹ്മു കലാമിൽ ഖാലിഖി സുബ്ഹാനഹു വതിലാവതുഹു ഹഖ്ഖ തിലാവതിഹി, ആ ഖുർആൻ പാരായണം ചെയ്യണം. വശിദ്ദത്തുർ റഗ്ബതി ഫീ ഫഹ്മിഹി, ഖുർആൻ പഠിക്കുന്നതിൽ, അത് പാരായണം ചെയ്യുന്നതിൽ, അത് മനസ്സിലാക്കുന്നതിൽ, അത് അമൽ ചെയ്യുന്നതിൽ എല്ലാം നമുക്ക് വളരെയധികം അത്യാഗ്രഹം വേണം. വൽ വഖൂഫു ഇൻദ തിലാവതി لطلب معاني ما أحب مولاه أن يفهمه منه والاعتبار بمواعظه والوقوف مع أحكامه والعمل بأوامره والانتهاء عن زواجره. ചുരുക്കി പറഞ്ഞാൽ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം രൂഢമൂലമാവണം. ഇതുമായി ബന്ധപ്പെട്ട് നബവി ഇമാം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഖിറാഅത്തു ഖലീലിൻ മിനൽ ഖുർആനി ബിത്തദബ്ബുരി അഫ്ളലു മിൻ ഖിറാഅത്തിൻ കസീരിൻ മിനൽ ഖുർആനി ബിലാ തദബ്ബുരിൻ. ചിന്തിച്ചുകൊണ്ട്, അർത്ഥമറിഞ്ഞുകൊണ്ട് ഒരു ആയത്ത് ഓതുന്നതാണ്, അതല്ലെങ്കിൽ കുറഞ്ഞ ഭാഗം ഓതുന്നതാണ് കേവലം അതിലേക്കൊന്നും ശ്രദ്ധയില്ലാതെ അശ്രദ്ധവാനായിക്കൊണ്ട് ഒരുപാട് ആയത്തുകൾ ഓതുന്നതിനേക്കാൾ ഫലവും മഹത്തരമെന്നും അയിമ്മത്ത് നമ്മെ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കൽ ഒരാൾ വന്നിട്ട് ഇബ്നു അബ്ബാസ് തങ്ങളോട് ചോദിച്ചു, ഇന്നി സരീഉൽ ഖിറാഅ വ ഇന്നി അഖറഉൽ ഖുർആന ഫീ സലാസിൻ ഫഖാല لأن أقرأ البقرة في ليلة فأتدبرها وأرتلها أحب إلي من أن أقرأ كما تقول. ഞാൻ 3 ദിവസം കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാറുണ്ടെന്ന് പറഞ്ഞ ഒരു മനുഷ്യനോട് ഞാൻ വളരെ വേഗത്തിൽ ഫാസ്റ്റായിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ അവിടുന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾ നിർദ്ദേശിച്ചത്, ഞാൻ ഒരു രാത്രിയിൽ ബഖറ സൂറത്ത് പാരായണം ചെയ്യുന്ന, അതുപോലെ തന്നെ ആ ഒരു രാത്രിയിൽ ആ ബഖറ സൂറത്തിനെ മാത്രം പാരായണം ചെയ്യുകയും ആ പാരായണം ചെയ്ത സൂറത്തിനെ ചിന്തിച്ച് വളരെ തർത്തീലായിട്ട് ഓതുകയുമാണ് നിങ്ങൾ ഓതുന്നതിനേക്കാൾ എനിക്കിഷ്ടമെന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം തദബ്ബുറോടുകൂടെ ആവുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞത് ലഅൻ അഖറ അൽ ബഖറ ഫീ ലൈലത്തിൻ, ഒരു രാത്രി സമയമെടുത്തുകൊണ്ട് ലൈലത്തുൽ ബഖറ സൂറത്തുൽ ബഖറ ഓതി തീർക്കുക എന്നുള്ളത്
ടാസ്ക്കാണോ? അല്ല. ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? അല്ല. പക്ഷെ അത് ചിന്തിച്ചുകൊണ്ട് അത്ര സമയമെടുത്തിട്ടാണെങ്കിൽ പോലും ഞാൻ ഖുർആൻ പാരായണം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ അർത്ഥമറിഞ്ഞുകൊണ്ടുള്ള തദബ്ബുറുൽ ഖുർആൻ. അഫലാ യതദബ്ബറൂൻ എന്ന് പറഞ്ഞ കൽപ്പനയെ അതിനെ ഹൃദയം കൊണ്ടും നമ്മുടെ പാരായണം കൊണ്ടും ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്ന ഒരു ഹദീസ്, അത് ബഹുമാനപ്പെട്ട ബൈഹഖി ഇമാം അവിടുത്തെ ശുഅബുൽ ഈമാനിൻ്റെ 3-ാമത്തെ വള്ളിയിൽ 407-ാമത്തെ ഹദീസ് നമ്പറായിട്ട് കാണാം. അവർ പറയാ, ഇഖ്റഉൽ ഖുർആൻ പാരായണം ചെയ്യണം. വഹർരിഖൂ ബിഹിൽ ഖുലൂബ, അതുകൊണ്ട് ഹൃദയം പിടപ്പിക്കണം നിങ്ങൾ. വലായകുൻ ഹമ്മു അഹദിക്കും ആഖിറ സൂറത്ത് കഴിയാനായോ യാസീൻ അവസാനിക്കാനായോ എന്ന ഒരു ചിന്തയിൽ നിന്ന് മാറിയിട്ട് നിങ്ങളുടെ ഖുർആൻ പാരായണം നിങ്ങളുടെ കൽബിനെ പിടിച്ചു കുലുക്കുന്നതാവണം എന്നതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തദബ്ബുറുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ വലിയ മഹത്തരമുള്ള കാര്യമാണ്. ഫതദബ്ബരിൽ ഖുർആന ഇദാ റുമത്തിൽ ഹുദാ ഫൽഇൽമു തഹ്ത തദബ്ബുരിൽ ഖുർആനി എന്നൊരു കവി പാടിയല്ലോ. ഏതായാലും അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് ഞാൻ ഈ പാരായണം ചെയ്യുന്നത് എന്ന ഒരു ബോധമുണ്ടെങ്കിൽ തന്നെ, ഖുർആനിൻ്റെ അളമത്ത് മനസ്സിലാക്കിയാൽ തന്നെ ഖുർആൻ തദബ്ബുർ ചെയ്യുക, അതിലേക്ക് ചിന്തിച്ചുകൊണ്ട് അതിൻ്റെ ആശയങ്ങളിലേക്ക് നമ്മുടെ പാരായണത്തെ കൂട്ടിയോജിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അനിൽ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു അൻഹു ഖാൽ, ഹസൻ റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുള്ള ഒരു റിവായത്ത് കാണാം. ഇന്നമൻ കാന ഖബ്ലകും റഅവുൽ ഖുർആന റസായില മിൻ റബ്ബിഹിം ഫകാനു യതദബ്ബറൂനഹാ ബില്ലൈൽ വയതഫഖദൂനഹാ ഫിന്നഹാർ. വിശുദ്ധ ഖുർആനിനെ കുറിച്ചു പറയുന്നത് ആ ഒരു സംഭവം തിബിയാനിൽ ബഹുമാനപ്പെട്ട നബവി ഇമാം ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ റിവായത്ത് കൊണ്ടുവന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾ അവർ ഖുർആനിനെ കണ്ടിരുന്നത് കാനു യതദബ്ബറൂനഹാ ബില്ലൈൽ, രാത്രിയിൽ അതിനിങ്ങനെ ചിന്തിച്ച് രാവുകൾ അവർ കഴിച്ചു കൂട്ടാറുണ്ടായിരുന്നു. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് തങ്ങൾ പറയുന്നത് കാണാം, ഇദാ സമിഅതല്ലാഹ തആല യഖൂലു യാ അയ്യുഹല്ലദീന ആമനു, അള്ളാഹു ഖുർആനിൽ എവിടെയെങ്കിലും യാ അയ്യുഹല്ലദീന ആമനു എന്ന് കൊണ്ടുവന്നാൽ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. ഫഅർഇഹാ സമഅക ഫഇന്നഹു ഖൈറുൻ യഅ്മുറു ബിഹി ഔ ശർറുൻ യൻഹാ അൻഹു. യാ അയ്യുഹല്ലദീന ആമനു എന്ന് എവിടെയെങ്കിലും അള്ളാഹു കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഫഅർഇഹാ സമഅക, നീ കാതുകൂർപ്പിച്ച് സൂക്ഷിച്ച് ആ കാര്യം മനസ്സിലാക്കണം. കാരണം ഫഇന്നഹു ഖൈറുൻ യഅ്മുറു ബിഹി, എന്നിട്ടൊരു കാര്യം കൽപ്പിക്കുകയാണെങ്കിൽ അത് ഏറ്റവും സുന്ദരമായ ഖൈറായ കാര്യമായിരിക്കും. ഔ ശർറുൻ യൻഹാനു, ഇനി അതിനുശേഷം പറഞ്ഞത് ഷെറാണെങ്കിൽ, അത് അവൻ വിരോധിച്ച കാര്യമാണെങ്കിൽ അത് ഈ സമൂഹത്തിനോ നമ്മുടെ ജീവിതത്തിനോ ഒരിക്കലും യോജിക്കാത്ത അനുയോജ്യമല്ലാത്ത ഒരു കാര്യമായിരിക്കും എന്നും മഹാനവറുകൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞത് തഫ്സീർ ഇബ്നു അബി ഹാത്തിം തങ്ങൾ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു രീതിയെക്കുറിച്ചാണ് സൂറത്തുൽ ഇസ്രായിൻ്റെ 106-ാമത്തെ ആയത്തിൽ വഖുർആനൻ ഫറഖ്നാഹു ലിതഖ്റഅഹു അലന്നാസി അലാ മുക്സിൻ എന്ന് പറഞ്ഞാൽ അലാ മുഹ്ലിൻ എന്നാണ്. കാരണം ലിയതദബ്ബറൂഹു വയതഫക്കറൂ, ഇങ്ങനെ ഖുർആൻ ഘട്ടം ഘട്ടമായി അവതരിപ്പിച്ചതിൻ്റെ ഒരു കാര്യം അലാ മുക്സിൻ എന്ന് പറഞ്ഞാൽ സാവകാശം കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ, കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ ഘട്ടം ഘട്ടമായുള്ള അവതരണമാണ്. ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു പറയുന്ന സംഭവം കാണാം. ഞാനൊരിക്കൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിന്നിൽ നിന്നും നിസ്കരിച്ചപ്പോൾ അവിടുന്ന് സൂറത്തുൽ ബഖറ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, ഞാനിങ്ങനെ വിചാരിച്ചു 100 കഴിഞ്ഞാൽ അവസാനിക്കുമായിരിക്കും. സുമ്മമത അത് കഴിഞ്ഞു, അത് വീണ്ടും റസൂലുള്ള ഓത്ത് തുടർന്നു. അങ്ങനെ തുടർന്നു. അങ്ങനെ സൂറത്തുൽ ബഖറ കഴിഞ്ഞു. അങ്ങനെ സൂറത്തുൽ നിസാ തുടങ്ങി. പിന്നീട് സൂറത്തുൽ ആലു ഇമ്രാൻ ഓതി. ഇങ്ങനെ ഒരു റക്അത്തിൽ തന്നെ ഒരുപാട് സൂറകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി പൂർത്തീകരിച്ചു. ഖറഅഹ യഖറഉ മുതറസ്സിലൻ, അവിടുന്ന് റസൂലുള്ളാഹിൻ്റെ പാരായണ വിശേഷണം പറയുന്നുണ്ട്. ഇദാ മർറ ബിആയത്തിൻ ഫിഹാ തസ്ബീഹുൻ സബ്ബഹ, ഒരു ആയത്തിൽ അല്ലാഹ് അവിടെ തസ്ബീഹുമായി ബന്ധപ്പെട്ട ചർച്ച അല്ലെങ്കിൽ അങ്ങനെ ഒരു ആയത്ത് വന്നാൽ റസൂലുള്ള തസ്ബീഹ് ചൊല്ലും. വഇദാ മർറ ബിസുആലിൻ സഅല, ഏതെങ്കിലും ആയത്തിൽ വല്ല ദുആഓ അല്ലെങ്കിൽ വല്ല ചോദ്യമോ അപേക്ഷിക്കേണ്ട സ്ഥലമോ എത്തിയാൽ അവിടെ റസൂലുള്ള അല്ലാഹുവിനോട് കേണപേക്ഷിക്കും. വഇദാ മർറ ബിതഅബ്ബുദിൻ തഅവ്വദ,
കാവലിനെ തേടേണ്ട ആയത്തുകൾ വരുമ്പോൾ അവിടെ റസൂലുള്ള കാവലിനെ തേടും. ഇങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിസ്കാരമെന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം അവിടുത്തെ കിതാബിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നാം നമ്മുടെ ഖുർആൻ പാരായണത്തെ മാറ്റിവെക്കേണ്ടത്. കേവലം പേജുകൾ മറിച്ചുകൊണ്ട് ബാധ്യത തീർക്കുക എന്നതിനപ്പുറം തദബ്ബുറുൽ ഖുർആൻ എന്ന ഒന്ന് നമ്മുടെ പാരായണത്തിൽ ഉണ്ടോ എന്നത് നാം ഇപ്പോഴെങ്കിലും ഇരുന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിനെ തദബ്ബുർ ചെയ്യാൻ നമുക്ക് സഹായകമാകുന്ന ചില ഘടകങ്ങൾ കൂടി പറഞ്ഞ് നാം ഇന്ന് അവസാനിപ്പിക്കുന്നു. ഒന്നാമതായിട്ട് അന്നദുറു ഫി കിതാബി തഫ്സീരിൽ ഖുർആൻ. ഒരു ഖുർആനിലെ ആയത്ത് നാം പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ തഫ്സീരിലൂടെ നാം ഇങ്ങനെ കടന്നു പോകണം. വത്തദറുജി ഫിഹ, അതിലൂടെ നമ്മളിങ്ങനെ ഘട്ടം ഘട്ടമായി ഇങ്ങനെ ആഴങ്ങളിലേക്ക് ചിന്തിക്കണം. ഇതിന് ഖുർആനിൻ്റെ സൈഡ് ഭാഗത്ത് വക്കുകളിൽ തഫ്സീറുകൾ ഉള്ള ഗ്രന്ഥങ്ങൾ നമുക്കിന്ന് ഖുർആനുകൾ മുസ്ഹഫുകൾ ഇന്ന് നമുക്ക് ഒരുപാട് വളരെ സുലഭമായി ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ അതിനെ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യമാണ് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തെ നാം നിയന്ത്രിക്കാൻ ശ്രമിക്കണം. ഒരു സ്ഥലത്ത് ഖുർആൻ പാരായണം ചെയ്യുന്നു, കൽബിൽ മറ്റു പല ചിന്തകളുമാണെങ്കിൽ ഇന്ന ഫീ ദാലിക ലദിക്റാ ലിമൻ കാന ലഹു ഖൽബുൻ അവ അൽഖസ്സമഅ വഹുവ ഷഹീദ് എന്ന് സൂറത്തുൽ കാഫിൽ പറഞ്ഞതിനോട് നാം യോജിക്കുകയില്ല. അതുകൊണ്ട് കൽബിനെ നാം നിയന്ത്രിക്കാൻ നാം പഠിക്കേണ്ടതുണ്ട്. അതായത് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഹൃദയം കൊണ്ടുള്ള പാരായണമാവാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് നിസ്കാരത്തിൽ ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നിസ്കാരത്തിൽ ഖുശൂഅോടുകൂടി നിസ്കരിക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. കേവലം വാജിബായ കാര്യം പൂർത്തിയാക്കുന്നു, അതല്ലെങ്കിൽ കടമ നിർവഹിക്കുന്നു എന്നതിനപ്പുറം ഈ ഒരു ഇബാദത്തിനെ, ഈ പാരായണത്തിനെ എത്ര സുന്ദരമാക്കാം, എത്രത്തോളം ഭംഗിയാക്കാം എന്നാണ് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. സഹായകമാവുന്ന മറ്റൊരു ഘടകമാണ് ഖുർആൻ പാരായണം. ഖുർആനെ കുറിച്ച് ചിന്തിക്കാൻ തദാറുസുൽ ഖുർആനി ഫി ഹൽഖാത്തിൽ ഇൽമിൻ്റെ മജ്ലിസുകൾ, ഖുർആൻ പ്രഭാഷണ പഠന ക്ലാസുകൾ, വേദികളിൽ നാം സജ്ജരാവണം. നാം അവിടെ സാന്നിധ്യം അറിയിക്കണം. അവിടെ നിന്നും നാം ആയത്തുകളെ പാരായണം ചെയ്തുകൊണ്ട് നാം പഠിക്കണം. വിശുദ്ധ ഖുർആൻ തദബ്ബുർ ചെയ്യുന്നതിൽ നിന്നും മനുഷ്യ സമൂഹത്തെ തടയുന്ന ചില കാര്യങ്ങൾ കൂടി മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രത്യേകം പറയേണ്ടത് മഅസിയത്തുല്ലാഹ്, അള്ളാഹുവിനോടുള്ള തെറ്റാണ്. മറ്റൊന്ന് കിബറാണ്. മറ്റൊന്ന് ഹവയെ, അവൻ്റെ ദേഹച്ചയെ അവൻ പ്രാമുഖ്യം നൽകലാണ്. അതേപോലെ തന്നെ ബിദ്അത്തുമായിട്ട്, പുത്തനാശയവുമായിട്ട്, വഹാബി സുന്നത്ത് ജമാഅത്തിൻ്റെ എതിരായ ആശയവുമായിട്ട് അവൻ്റെ കൽബിനെ അവൻ ബന്ധപ്പെടുമ്പോൾ, അതേപോലെ തന്നെ അവൻ്റെ ഹൃദയം അശ്രദ്ധയിലാകുമ്പോൾ, അതല്ലെങ്കിൽ അവൻ്റെ ജീവിതം തന്നെ ഗഫലത്തിലാകുമ്പോൾ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അവിടെ ഖുർആൻ തദബ്ബുർ നമുക്കൊരിക്കലും സാധ്യമല്ല. അള്ളാഹു അവൻ്റെ ഖുർആൻ തദബ്ബുർ ചെയ്ത് ആ ഖുർആനിൻ്റെ പാരായണം കൃത്യമായി നിർവഹിച്ച് വിജയിക്കുന്ന ഖുർആനിൻ്റെ ഖാദിമീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. തുബാ ലിമൻ ഹഫിളൽ കിതാബ ബിസദ്രിഹി ഫബദാ വലിഅൻ കന്നുജൂമി തഅല്ലക അല്ലാഹു അക്ബർ യാ ലഹാ മിൻ നിഅമ ലമ്മാ യുഖാലു ഇഖ്റ ഫറത്തല വർതഖ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ അജ്മഈൻ.